അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനസ്സമാധാനം എന്നത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല, മനസ്സമാധാനമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. സർവ്വമതങ്ങളും ആഗ്രഹിക്കുന്നതും മനസ്സമാധാനമാണ്. അമ്പലത്തിൽ നിന്നൊക്കെ കേൾക്കാം ഓം ശാന്തി, ഓം ശാന്തി. ക്രിസ്ത്യൻസ് പറയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മുസ്ലിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ പറയും അല്ലാഹുമ്മ അന്തസ്സലാം ഒ മിങ്കസ്സലാം. സമാധാനത്തിന് വേണ്ടിയാണ് ലോകം ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, സമാധാനമില്ലാത്തൊരു ജീവിതം അതൊരു വലിയ വിഷമം തന്നെയാണ്. സമാധാനമുണ്ടാകാനുള്ള ഏറ്റവും നല്ലൊരു വഴി ദൈവസ്മരണയാണ്. 1987 ന്യൂയോർക്കിൽ നടന്ന ഒരു 4 ഡേയ്സ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ 4 ഡേയ്സ് കോൺഫറൻസിൽ ഉരുത്തിരിഞ്ഞൊരു വിഷയമുണ്ട്. മനുഷ്യൻ സമാധാനമില്ലാത്തതിൻ്റെ പേരിലാണ് യുവാക്കളും യുവതികളും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. സ്നോഹോൾസ് ജോയ് പൗഡർ എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദപ്പൊടിയാണ്. ആനന്ദം, പരമാനന്ദം, ആനന്ദം, സച്ചിദാനന്ദം, വല്ലാത്തൊരാനന്ദമാണ്. ബ്രൗൺ ഷുഗർ പോലുള്ള മയക്കുമരുന്നുകൾ കഴിച്ച് തൻ്റെ ഞരമ്പുകൾ തേടിപ്പിടിച്ച് ഇൻജക്റ്റ് ചെയ്ത് സമാധാനത്തിന് വേണ്ടി, സമാധാനം ഒരല്പം കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പലവരും ഇന്ന് സമാധാനത്തിന് വേണ്ടി ഗുളിക വരെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ സമാധാനം കിട്ടാതിരിക്കാനുള്ള വഴി? അമേരിക്കയിൽ ആ 4 ഡേയ്സ് കോൺഫറൻസിൽ വെച്ച് അവസാനം ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രമേയമുണ്ട്. സമാധാനത്തിന് വേണ്ടി ക്യാപ്സൂളും സിറപ്പും അതിനു പറ്റിയ ടാബ്ലറ്റ്സും ഒന്നും പലതും ചിന്തിച്ചെങ്കിലും, വിശുദ്ധന്മാരും ചിന്തകന്മാരും സയൻറ്റിസ്റ്റുകളും ഒക്കെ ചിന്തിച്ചെങ്കിലും അവർക്ക് ഉരുത്തിരിഞ്ഞു വന്നൊരു വിഷയമുണ്ട്. ഒരു മരുന്നിനും സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ദൈവസ്മരണയാണ് മനസ്സമാധാനത്തിനുള്ള ഏറ്റവും നല്ല പോംവഴിയെന്ന് വിശുദ്ധ ഖുർആൻ പണ്ട് തന്നെ പറഞ്ഞല്ലോ. അത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനോടുള്ള സ്മരണ, ദൈവത്തോടുള്ള സ്മരണയാണ് മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. പ്രയാസങ്ങൾ വന്നാലും സന്തോഷം വന്നാലും അവൻ ക്ഷമിക്കുന്നു, സന്തോഷിക്കുന്നു. സന്തോഷം വരുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ അവൻ ക്ഷമിക്കുന്നു. ഇതായിരിക്കണം ഒരു മനുഷ്യൻ. നമ്മുടെ ചിന്തകൾ കാട് കയറുമ്പോഴാണ് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത്. നമ്മുടെ കൊതക്കനുസരിച്ച് നമുക്കെത്തിയാൽ കിട്ടുന്ന കൊമ്പ് ചാടിപ്പിടിക്കാതെ അതിനേക്കാൾ വലിയത് ചാടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്നത്. നമുക്കൊതുങ്ങിയതേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. തൊട്ടടുത്തുള്ള വീട്ടുകാരൻ വലിയ ഉഷാറിൽ വീടുണ്ടാക്കുന്നത് കണ്ടിട്ട് നമ്മളതുപോലെ കൊതിക്കാൻ പാടില്ല. കാരണം ഈ ലോകത്ത് പണക്കാരനും പണിക്കാരനും നാട്ടിൻ്റെ ഭാവി നിയന്ത്രിക്കുന്നവരും നാട്ടിന് ഉപകാരപ്പെട്ടവരുമാണ്. എല്ലാവരും പണക്കാരായാൽ നാട് നശിച്ചു പോകും. കാരണം പണിയെടുക്കാൻ ആളില്ലാണ്ട് പോകും. അപ്പം പണക്കാരനും ഇവിടെ വേണം, പണിക്കാരനും ഇവിടെ വേണം. നമുക്കൊതുങ്ങിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ആ തൃപ്തിയിൽ സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുക. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് വിജയം കിട്ടുക. ഇന്ന് പല ആളുകളും വലിയ വലിയ ചിന്തകളിലേക്ക് പോവുകയാണ്. എല്ലാവരും വലിയ പണക്കാരനാകണം, പണമുണ്ടാക്കണം എന്നൊരൊറ്റ ചിന്ത മാത്രം. വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വേണം. പക്ഷെ ഒതുങ്ങിയതേ ചെയ്യാവൂ. അവനവന് ഓരോരുത്തർക്കും ഒതുങ്ങിയതുണ്ട്. സമാധാനം കിട്ടാൻ കുറേ പണം ഉണ്ടാക്കലല്ല ആവശ്യം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മാനസിക നില നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴേ നമ്മൾ വിജയിക്കുകയുള്ളൂ.
നമുക്ക് വേണ്ടത് സമാധാനമാണ്. എല്ലാവർക്കും നല്ലൊരു സമാധാനത്തിൻ്റെ ദിനങ്ങൾ നേരുന്നു. അസ്സലാമു അലൈക്കും.